ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ ഒരു വെറൈറ്റി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അയ്യേ ബീട്രൂട്ടോ എന്നൊന്നും ആരും ചിന്തിക്കാൻ വരട്ടെ. ഇത് നമുക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സാധാരണ രസത്തിനേക്കാളും രസമുള്ളൊരു രസമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ കണക്കിന് എനിക്കൊരു 3 വിസിലായപ്പോഴേക്കും ഇത് വെന്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു 4 വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 4 ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണ് മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്താലും അരച്ചാലൊന്നും കുഴപ്പമില്ല. എന്തായാലും ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിലിങ്ങനെ കുരുമുളകൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഇതിലെ കഷ്ണങ്ങളുണ്ടല്ലോ അതിനെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മസാല അരച്ച അതേ മിക്സീൻ്റെ ജാറിലിട്ട് തന്നെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ. എന്നിട്ട് ഈ മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. ഒരുപാട് നേരം ഇളക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നത് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ ആ ബീട്രൂട്ട് അരച്ചതിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ബീട്രൂട്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് രസം ലൂസായിട്ടല്ലേ വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ, തിളക്കരുത്. അപ്പോൾ ചൂടായി വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. പിന്നെ നിങ്ങളുടെ അടുത്ത് ജീരകം ഉണ്ടെങ്കിൽ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം നിർബന്ധമല്ല, ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി മസാലയിൽ ഇട്ടതാണല്ലോ. അപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുക്കാനുള്ളതായി. ഇനി നമുക്കിതിനെ നമ്മുടെ രസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ രസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ. ഈ ഓണക്കല്ലേ വരുന്ന, ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അയ്യോ എന്നാവില്ല. ഞാനിത് കുറച്ച് നേരത്തെ ഉണ്ടാക്കില്ല എന്നേ തോന്നുള്ളൂ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, സാധാരണ രസത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടായാലും നമുക്ക് ചോറ് കഴിക്കാം. ആ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.